നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ മരുഭൂമിയിലെ കാലാവസ്ഥയുണ്ട്. പകൽ കടുത്ത ചൂട്, രാത്രിയിൽ താപനിലയിൽ അപ്രതീക്ഷിതമായി കുറയും. വാർഷിക മഴ വളരെ കുറവാണ്. സാധാരണ വേനൽക്കാല താപനില 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ 54 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുന്നതും അസാധാരണ കാഴ്ചയുമല്ല. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് സൗദി അറേബ്യയിലെ ഏറ്റവും ഉയർന്ന ശൈത്യകാലം രേഖപ്പെടുത്തുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വേനൽക്കാലവും. എന്നാൽ ഇപ്പോൾ സൗദിയിൽ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം മഞ്ഞുവീഴ്ചയുണ്ടായി. പാതയോരങ്ങളും കുന്നുകളും വെള്ള പുതച്ച് കാഴ്ചയ്ക്ക് കൗതുകമായി. താപനിലയിൽ 0 താഴേക്ക് വന്നതോടെ കടുത്ത തണുപ്പും അനുഭവപ്പെട്ടു. സൗദിയിലെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടത്. ഉയർന്ന പ്രദേശങ്ങളിൽ താപനില -4 ഡിഗ്രി വരെ എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ മഞ്ഞുവീഴ്ച ആസ്വദിക്കാനും പകർത്താനും സ്വദേശികളും വിദേശികളും പുറത്തിറങ്ങിയിരുന്നു. ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരെ കാഴ്ച കാണാൻ ആളുകൾ എത്തിയിരുന്നു. സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. സൗദിയുടെ സ്വപ്ന പദ്ധതിയായ തബൂക്ക് പ്രവിശ്യയിലെ നിയോം ഭാഗത്തും കടുത്ത മഞ്ഞു വർഷമുണ്ടായി. അധികൃതർ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൗദിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് തുറൈഫിലാണ്. സാധാരണഗതിയിൽ നല്ല കാലാവസ്ഥയുണ്ടാകുന്ന ജിദ്ദയിലും ഈ വർഷം തണുപ്പ് കൂടുതലാണ്. വളരെയധികം മഞ്ഞുവീഴ്ചയുള്ള നഗരമാണ് തബൂക്ക്. മഞ്ഞുവീഴ്ച പ്രേമികൾക്ക് ശൈത്യകാലത്ത് ഈ നഗരം സന്ദർശിക്കണം. മഞ്ഞിന്റെ നേർത്ത പാളി ഇവിടെ മണലിനെ ആകമാനം മൂടുന്നു. താപനില -4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ചെറുതും തണുപ്പുള്ളതുമായ ചില നഗരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഖമീസ്, മുഷീദ്, തൈഫ്, അൽബഹ എന്നിവ. മിക്കപ്പോഴും സൗദി അറേബ്യയിലെയും സൗദി പ്രവാസികളിലെയും പൗരന്മാർ അവധിക്കാലത്ത് ഈ നഗരങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിന്റെ ആനന്ദവും വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ കാലാവസ്ഥയെ സൗന്ദര്യം നിരീക്ഷിക്കാൻ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന രാജ്യമായിരിക്കും KSA. അങ്ങനെ ഇപ്പോൾ സൗദി പ്രവാസികളുടെ ഇടയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. കടുത്ത ചൂട് മാത്രം അനുഭവപ്പെടുന്ന സൗദിയിൽ ഇപ്പോൾ മഞ്ഞു വർഷമാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ചാരികൾ ഇതിനാൽ തന്നെ ഏവരും ഇപ്പോൾ സൗദിയെ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.